ഈ ടി കെ ഉണ്ണി ഇന്നത്തെ ഈ രക്ഷാ ദൗത്യങ്ങൾ കണ്ടപ്പോൾ താങ്കൾ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇനി പുഴയിലേക്കാണ് ഈ ദൗത്യം പോകേണ്ടത്. അത് എത്രമാത്രം ശ്രമകരമായിരിക്കും? കരസേനയുടെ ഈ പ്രവർത്തനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾക്ക് പറയാനുള്ളത് പ്ലാൻ എ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ പ്ലാൻ ബി, അതായത് പുഴയുടെ തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പം മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നത് എന്തൊക്കെ സന്നാഹങ്ങളാണ് ഇതിന് വേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ മന്ത്രി പറയുന്നത് ഞാൻ കേട്ടു, നമ്മൾക്ക് ട്രഡ്ജർ കൊണ്ടുവരാം, അതുകൊണ്ട് ട്രഡ്ജ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടെടുക്കാമെന്ന്. പക്ഷെ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് വളരെ സമയം എടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് വന്നുകൊട്ടെ, വരണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് മഡ് ലിഫ്റ്റിംഗ്, എയർ ലിഫ്റ്റിംഗ് ആണ് മഡ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ 3-4 6 ഇഞ്ച് ഹോസ് കണക്ട് ചെയ്തിട്ടുള്ള സംഭവമാണത്. അത് നമുക്ക് 10 മീറ്റർ വരെ പുറത്തേക്ക് തള്ളാവുന്നതാണ്. അപ്പം അങ്ങനെ പുഴയിലേക്ക് തള്ളുന്നതിന് വിരോധമുണ്ടോ എന്നുള്ളത് അവിടുത്തെ സർക്കാരിനോട് ചോദിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് യാതൊരു അപകടവുമില്ലാതെ ഇത് നമുക്ക് മണ്ണ് മേൽഭാഗത്തുനിന്ന് എടുത്തുകൊണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കാം. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഒരു ഡൈവ് ചെയ്തിട്ട് അവിടെ ചെന്ന് നോക്കുക. അതാണ് അതിന്റെ ആദ്യത്തെ ഘട്ടം പറയാനുള്ളത്. രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത്, ഇതിന് സർക്കുലർ സെർച്ച് എന്ന് പറയുന്നൊരു സിസ്റ്റം അതായിരിക്കും നേവി ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ അവരുടെ ഡെങ്കി ബോട്ട് അതിനകത്ത് ഒരു ആങ്കർ ടൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് ബോട്ടത്തിലേക്ക് ഇട്ടിട്ട് വലിച്ചു പോവുക മെല്ലെ. അപ്പം എന്തെങ്കിലും തടയാണെങ്കിൽ പിന്നീട് ഡൈവ് ചെയ്യുക. അവിടെ ചെന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ശേഷം അതല്ലെങ്കിൽ അത് എടുത്തു മാറ്റുക. ചിലപ്പം മരങ്ങളായിരിക്കാം, കല്ലായിരിക്കാം. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ആ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യും. ഇതൊരു ഹ്യൂജ് ഏരിയ ആണ് കാണുന്നത്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് പോയി എങ്ങോട്ടായി ഒഴുക്കായിരുന്നു എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതും കൂടി ഇതിന് എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവിടെ മണ്ണിൻ്റെത് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. ചെറിയൊരു ബാർജും അതിൻ്റെ മുകളിൽ LP കംപ്രസർ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡൈവിംഗ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡൈവറിന്റെ ആവശ്യമില്ല, ഡൈവർ മുകളിൽ നിന്നാൽ മതി. എപ്പോഴും ഡൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് എന്തെങ്കിലും വെയിറ്റ് കൊടുത്തിട്ട് താഴോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനവും ആയിട്ടില്ലല്ലോ. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ ശ്രീ ടി കെ ഉണ്ണി അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ വന്നിട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പുഴയിൽ ഇങ്ങനെ ഒരു തെരച്ചിൽ നടന്നിട്ടുമില്ല. ഒരു സാധാരണ തെരച്ചിൽ മാത്രമായിരുന്നു നടന്നത്. ഒരു ടാങ്കർ അങ്ങനെ കണ്ടെത്തുകയുണ്ടായി. ഇതേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വ്യക്തമായിട്ടൊരു ഇത് വേണം. നേവിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് വാങ്ങണം. അവരെങ്ങനെയാണ് ചെയ്തത്, സർക്കുലർ സെർച്ച് ആണോ ചെയ്തത്, അല്ല സെർട്ടൺ പോയിന്റ്സ് ആണോ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ, ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു, ഈ മരത്തോട് കൂടിയിട്ട് ട്രക്ക് വീഴുമ്പോൾ ന്യൂട്രൽ ബോയൻസി ആവാൻ സാധ്യതയുണ്ട്. ന്യൂട്രൽ ബോയൻസി കുറച്ചു നേരത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും. മണ്ണ് വീണിട്ടില്ലെങ്കിൽ, മണ്ണോ കല്ലോ വീണിട്ട് തടസ്സപ്പെടുകയാണെങ്കിൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് പോകും, ഫ്ലോട്ട് ചെയ്യില്ല. അത് ന്യൂട്രലായിട്ട് മിഡിൽ ഇതിലാണ് ഉണ്ടാവുക, മിഡിൽ വാട്ടറിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് മെല്ലെ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ചില ഷിപ്പുകളും കാര്യങ്ങളൊക്കെ നീണ്ടുപോയത് അതിനകത്തുള്ള എയർ ക്യാവിറ്റി കൊണ്ടാണ്. അപ്പോൾ അതും കൂടി ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ചും കൂടി അഴിമുഖത്തേക്ക് അവിടുന്ന് തുടങ്ങിയിട്ട് ഗ്രാപ്നർ ഇട്ടിട്ട് വലിച്ചു നോക്കിയിട്ട് വന്നാൽ പെട്ടെന്ന് കഴിയുന്നതാണ്. അത് അവർക്ക് 3 ഡെങ്കി ഓൾറെഡി ഉണ്ട് നേവിക്ക്. അങ്ങനെ ഒരു സഹായം നമുക്ക് ചെയ്തതാണെങ്കിൽ നാളത്തെ മീറ്റിംഗിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എളുപ്പമായി മാൻ പവർ കുറയും. ഡൈവിങ്ങിന്റെ കാരണം ഡൈവേഴ്സിന് ഒരു ഇതിൽ നിന്ന് ഒരു 5 ഡൈവേഴ്സാണ് 4 ഡൈവേ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. 25 ഫീറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 25 ഫീറ്റിനകത്ത് അവർക്ക് ടൈമുണ്ട്. അപ്പോൾ ഒരു ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ അത് കഴിഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഒരു 3-4 ഡൈവറുകൾ, അപ്പോൾ ഒരുപാട് ഡൈവേഴ്സിന് ആവശ്യം വരും. അപ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്യാണ്, മാൻ പവർ മിനിമൈസ് ചെയ്തുകൊണ്ട് എക്യുപ്മെന്റ് വെച്ചിട്ട് എത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ചെയ്യാൻ പറ്റുന്നത്. നാളത്തെ മീറ്റിംഗിൽ അവർ സംസാരിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഡൈവേഴ്സിനെ വേണമെങ്കിൽ ഞങ്ങൾ കേരള മലയാളി ഡൈവേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അതിൽ ഡൈവേഴ്സിനെ വേണമെങ്കിൽ, വിദഗ്ധരായ ഡൈവേഴ്സിനെ വേണമെങ്കിൽ ഞങ്ങൾ അയക്കാൻ തയ്യാറാണ്. ശരി, സന്നദ്ധ പ്രവർത്തകർ